ഹായ്, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഞാൻ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഞാൻ അറിയുക ഞാനൊരു പോസിറ്റീവ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഓറയാണ് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന്? ഇത് യൂണിവേഴ്സ് തന്നെ നമ്മളെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ ഒരു 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഒന്നാമതാണ്, നമ്മൾ മിണ്ടാപ്രാണികളും നമ്മൾ ഒരു പൊതുസ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മൾക്ക് അറിയാത്ത ചില പട്ടിയോ പൂച്ചയൊക്കെ വന്നിട്ട് നമ്മളുടെ കാലിനടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് അവരൊരു തലോടൽ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാലാട്ടി നിൽക്കുന്നു, നമ്മൾ നോക്കി നിൽക്കുന്നു ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഷോയിങ് ദാറ്റ് യു ഹാവ് എ പോസിറ്റീവ് ഓറ. സെക്കൻഡ് തിങ്, നമ്മൾ ഒരു കടയിൽ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പെട്ടിക്കടയിൽ പോവുകയാണെന്ന് വെച്ചോ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരാളും ഉണ്ടാവില്ല അവിടെ സെയിൽസ്മാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറേശ്ശെ ആൾക്കാരിങ്ങനെ കയറി വരുന്നു. അവരും അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നു. ഒക്കെ ഉള്ളൊരു കാര്യം വരുമ്പോഴത്തേക്ക് വി ആർ എ ഹ്യൂമൻ മാഗ്നറ്റ്. അവിടെ നമ്മളുടെ മാഗ്നറ്റിസം കാരണം അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം that shows that you are carrying a positive aura and you are putting up positive vibrations out there. Third thing, ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു ഫംഗ്ഷൻ നടക്കുന്ന വെഡിങ് അങ്ങനെയൊക്കെ, അപ്പോൾ അവിടെ ആ ഒരു ക്രൗഡിന്റെ ഇടയിലുള്ള വൈബ്രേഷൻസ് കൂടുതലും കൊച്ചു കുട്ടികൾക്കൊക്കെയാണ് അതിൻ്റെ ഒരു അസ്വസ്ഥത കാണിക്കുക. അപ്പോൾ ആ കൊച്ചു കുട്ടികൾ അതിൻ്റെ ഒരു അസ്വസ്ഥത കാണിക്കുമ്പോൾ അവർ കരയുകയും ചെയ്യുക. അപ്പോൾ ആ ഒരു കരച്ചിലിൻ്റെ ഇടയിൽ നമ്മളെ കണ്ട വഴിക്ക് കുട്ടി കരച്ചിൽ നിർത്തുകയാണ്. ചിലപ്പോൾ അവരുടെ കയ്യിലിരുന്നിട്ടായിരിക്കാം, പക്ഷെ കണ്ട വഴിക്ക് നമ്മൾ ആ കുട്ടി കരച്ചിൽ നിർത്തുകയാണ്. നമ്മൾ നോക്കി ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, യു ആർ ക്യാരിങ് എ പോസിറ്റീവ് ഓറ. പിന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും സാധനങ്ങൾ കേടുപാടുകൾ ഉണ്ടായിട്ട്, ആ കേടുപാടുകൾ ഉണ്ടായ ഇലക്ട്രോണിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഫാനോ ലൈറ്റോ ഒക്കെ ആയിരിക്കാം. നമ്മൾ അവിടേക്ക് ചെന്നിട്ട് അവിടെ അത് കറക്റ്റായിട്ട് അത് തനിയെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റിപ്പയർ ആവുകയാണ്, അല്ലെങ്കിൽ അത് മാറ്റി വെക്കാനുള്ള ഒരു സാഹചര്യം അവിടേക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ യു ആർ ക്യാരിങ് എ പോസിറ്റീവ് ഓറ. ദാറ്റ് മീൻസ് അവിടെ ഉള്ള ഒരു ബ്ലോക്കേജ് നിങ്ങൾ കാരണം മാറി വരികയാണ്. അപ്പം ആ ബ്ലോക്കേജ് മാറി വരുമ്പോൾ യു ആർ ഡെഫിനറ്റ്ലി ക്യാരിങ് എ പോസിറ്റീവ് ഓറ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചോ, ദാറ്റ് നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ഓറ ഉണ്ടോ ഇല്ലയോ. ഇത് കഴിഞ്ഞ് പോസിറ്റീവ് ഓറ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ വൈബ്രേഷൻസിൽ നെഗറ്റിവിറ്റി